എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായിട്ട് പരിഹരിച്ച് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എന്നോട് എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, വിഷുഫലം ചെയ്യുന്നില്ലേ എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിന് 2026 ഫലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മൊത്തം കോമൺ ആയിട്ട് എല്ലാവർക്കും ഇപ്പോൾ വേണ്ട ഒരു സാമ്പത്തികം തന്നെയാണ്. അപ്പോൾ 27 നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം സാമ്പത്തിക ലാഭം വരേണ്ട ഒരു പരിഹാരം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ക്ഷേത്രങ്ങളിൽ ഓടി കിടന്ന് വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സാമ്പത്തികമാണ്. കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റണം, തടസ്സം ഉണ്ടാകരുത്, കടബാധ്യതകൾ നീങ്ങണം. അതായത് സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ നഷ്ടങ്ങൾ മാറി ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റണം. അതായത് മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് ശത്രുദോഷം ഉണ്ടാകരുത്, അതേപോലെ തന്നെ തടസ്സങ്ങൾ മാറി കിട്ടണം, ജോലിയിൽ ഉയർച്ച ഉണ്ടാകണം. ജോലിയിൽ ഉയർച്ച ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികം കൂടത്തുള്ളൂ, അല്ലേ? അപ്പോൾ 27 നക്ഷത്രക്കാർക്കും സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ മാറാനും സമയദോഷങ്ങളും കഷ്ടകാലങ്ങളും എല്ലാം മാറാൻ വേണ്ടി ഒരു വഴിപാട് ചെയ്താൽ മതി 27 നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ഒരു വഴിപാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശത്രുദോഷം ഉണ്ടാകത്തില്ല, ജോലിയിലെ തടസ്സങ്ങൾ മാറി കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും ഉത്തമമാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും മംഗളങ്ങളും, അതായത് 27 നക്ഷത്രക്കാർ വിഷുഫലത്തോടു കൂടി നല്ല സമ്പദ് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റും. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും ബാക്കിയൊക്കെ നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും. അതേപോലെ തന്നെ ഉപാസന ബലമുള്ളവർക്കാണെങ്കിൽ ചെറിയ ചെറിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. പൂർണ്ണമായിട്ട് ഉപാസന അവരെ രക്ഷിക്കും, ഉപാസനമൂർത്തി. അത് ഞാൻ പറഞ്ഞത്, ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലവർ ഭദ്രകാളി ഉപാസന ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ വ്യക്തിയുടെ നക്ഷത്രം ഭരണി ആയിരിക്കാം. അപ്പം എല്ലാവരും പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഭയങ്കര ദോഷമാണ്, അല്ലേ? അപ്പോൾ ആ വ്യക്തി പറയും, ഞാൻ ഭദ്രകാളിയെ വിളിക്കുന്നത്, എൻ്റെ ഉപാസനമൂർത്തി ദേവിയാണ്, ദേവി എന്നെ നോക്കിക്കൊള്ളും. പക്ഷേ ആ ഒരു ശരിയായ ഒരു വിശ്വാസത്തിൽ ഈ ഭരണി നക്ഷത്രം, ആ ഉപാസനയുള്ള വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളും, കാരണം ഉപാസന ശക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് എത്രത്തോളം ഈശ്വരാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്കുണ്ടാകുന്നത് ആ ഈശ്വരാനുഗ്രഹം കണക്കിരിക്കും ഇനി അങ്ങോട്ടുള്ള ഫലങ്ങൾ കാര്യങ്ങൾ. നമ്മളെ നശിപ്പിക്കാൻ എത്ര വലിയ ശത്രുക്കൾ ശ്രമിച്ചാലും നമ്മൾ ശരിയായ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ നമുക്ക് ആ ദോഷങ്ങൾ 100-ൽ ഒരു 80% പോലും നമുക്ക് ഏക്കത്തിൽ ആ 80% ഈശ്വര അനുഗ്രഹം കൊണ്ട് നീട്ടി മാറിപ്പോകും. നമ്മൾ പറയാറില്ലേ, ചെറിയ ദോഷങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്, അതൊക്കെ ഒരു ഈശ്വരൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും വിഷു കഴിഞ്ഞതിന് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നത്, നമ്മൾ ക്ഷേത്ര ദർശനത്തിനൊക്കെ എല്ലാ ആൾക്കാരും പോകുന്നവരാണ്. ഈ 27 നക്ഷത്രക്കാരും എല്ലാ ക്ഷേത്രത്തിലും ഓടികിടന്ന് തൊഴുന്നവരാണ്. അപ്പോൾ ഇനി ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ അവിടെ ആൽമര ഉണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മുടെ ജാതകത്തിലെ 9 ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ ബലം കൂടാനും അതേപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ആൽമരത്തിന് രാവിലെ ഒരു 7 പ്രദക്ഷിണം ചെയ്യുക. ഈ 27 നക്ഷത്രക്കാരും, അതായത് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ചെയ്താൽ മതി. അമ്പലത്തിൽ രാവിലെ തന്നെ ഈ ആലിനെ പ്രദക്ഷിണം ചെയ്യണം, വൈകുന്നേരം ചെയ്യാൻ പാടില്ല. വൈകുന്നേരം ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ രാവിലെ തന്നെ ഈ ആൽമരത്തിന് നമ്മൾ 27 നക്ഷത്രക്കാരും പ്രദക്ഷിണം ചെയ്യുക. 7 പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിച്ച് നമുക്ക് എന്ത് ചെയ്യും? വിഷു ഫലം തൊട്ട്, അതായത് വിഷു കഴിഞ്ഞ തൊട്ട് നമുക്ക് സാമ്പത്തികത്തിൻ്റെ ലാഭവും, നമുക്ക് എന്തെന്ന് അറിയത്തില്ല, നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമുക്ക് തടസ്സങ്ങളൊക്കെ മാറി, നേരത്തെ പിണങ്ങിയിരുന്ന ആൾക്കാരൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. നമുക്ക് എവിടെ ചെന്നാലും പോസിറ്റീവ് മൈൻഡോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ജോലി സ്ഥലത്ത് ഹാപ്പിനെസ് ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അതായത് പിണങ്ങിയ കൂട്ടുകാരൊക്കെ തിരിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ ഒരു സന്തോഷമാണ്. അപ്പം ആലിന് 7 പ്രദക്ഷിണം ചെയ്യും. പിന്നെ അടുത്ത വഴിപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ്. അപ്പോൾ 27 നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അത് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഞാൻ സാധാരണ എപ്പോഴും ഈ വഴിപാടിനെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ 27 നക്ഷത്രക്കാർക്കും ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോരോ ആചാര്യന്മാർ തന്ത്രവിദ്യകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം അറിഞ്ഞു വേണം നമുക്ക് കാര്യങ്ങൾ. അപ്പം എല്ലാത്തിനും വേണ്ടി നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രങ്ങളുണ്ടാകും, അല്ലേ? ആ ക്ഷേത്രത്തിൻ്റെ അധിപനായി നിൽക്കുന്ന ബ്രഹ്മഋഷസ് ഉണ്ടാകും, അല്ലേ? അതായത് ഭൂമി സംബന്ധമായ ദോഷങ്ങളും, അതായത് ശത്രുപരമായ ദുരിതങ്ങളും മാറ്റിത്തരും. അതുപോലെ രോഗദുരിതങ്ങൾ, തടസ്സങ്ങൾ. ബ്രഹ്മരക്ഷസിന് നമ്മുടെ പക്കപ്പിറന്നാൾ തോറും
ഒരു പാൽ പായസം കൊടുക്കുക. അത് തിടപ്പള്ളി പത്മ വിട്ട് പ്രത്യേകതര പൂജയിൽ നമുക്കത് ചെയ്യാം. ഈ ഒരു പായസം നമ്മൾ മേടിക്കരുത്. ബ്രഹ്മരക്ഷസിൻ്റെ പാൽ പായസം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഭൂമിക്ക് ഉടയനായി ജീവിച്ചിരുന്നവരാണ് ബ്രഹ്മരക്ഷസ് നമ്മൾ പറയുന്നത്. അത് വൈഷ്ണവ രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ട്, ശൈവ രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ട്. യോഗീശ്വരനാകാം, ഇല്ലെങ്കിൽ ബ്രഹ്മരക്ഷസാകാം. അപ്പം ഈ ബ്രഹ്മരക്ഷസ് ഇരിക്കുന്നിടത്ത് പോയി നമ്മുടെ പേർക്ക് പാൽ പായസം കൊടുക്കുക. നമ്മുടെ നാളിൽ തന്നെ വേണം ഇത് ചെയ്യാൻ. ഇത് ഏകദേശം അടുത്ത ഏപ്രിൽ മാസം വരെ ഒരു വർഷക്കാലം തുടർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ശാന്തിയും സമാധാനമൊക്കെ കിട്ടും. നമുക്ക് ശത്രുദോഷങ്ങളുണ്ടാകത്തില്ല, ദുരിതങ്ങളുണ്ടാകത്തില്ല. അപ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന കാരണവന്മാർക്ക്, അതായത് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് നമ്മുടെ ഋതുക്കളുടെ ദുരിതങ്ങൾ മാറാൻ, നമുക്ക് ഐശ്വര്യം വന്നു തീരാൻ വേണ്ടി 27 നക്ഷത്രക്കാർ വിഷു തൊട്ട് ബ്രഹ്മരക്ഷസിന് പാൽപായസം നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. എന്തുകൊണ്ടും നമുക്കിത് നമ്മുടെ തലേദിവസം, അതായത് നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ ചെന്ന് ഈ ഒരു വഴിപാട് 27 നക്ഷത്രക്കാർക്കും പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ബ്രഹ്മരക്ഷസിന് പാൽപായസം കൊടുക്കുക, ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടറിയാം. അപ്പോൾ വിഷുഫലം ഐശ്വര്യപൂർണ്ണ ഒരു വർഷമായിരിക്കും 27 നക്ഷത്രക്കാർക്കും. ഓടി നടന്ന് ഒത്തിരി വഴിപാടുകളൊന്നും ചെയ്യേണ്ട. പിന്നെ കോമൺ ആയിട്ടുള്ള ഞാനൊരു കാര്യം പറയാം, നമ്മൾ ജോലിക്ക് പോകാതെ നമ്മൾ പൈസ കിട്ടില്ല, എത്ര വഴിപാടുകളും പൂജകളും ചെയ്താലും അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി കാണിക്കുക, മരുന്ന് മേടിക്കുക, നമുക്ക് നമ്മളെ ഉണ്ടാകത്തുള്ളൂ. കൂടെ നടക്കുന്നവരാരും നമ്മുടെ കൂടെ സഹായിക്കണമെന്നൊക്കെ ഇല്ല. അപ്പോൾ ബ്രഹ്മരക്ഷസിൻ്റെ പാൽപായസം കഴിക്കുക, പാൽപായസം മേടിക്കരുത്. രക്ഷസിൻ്റെ പാൽപായസം സാധാരണ ആരും മേടിക്കാറില്ല. അതേപോലെ തന്നെ അസുഖം വന്നാൽ ആശുപത്രി പോയി കാണിക്കുക, ജോലിക്ക് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ കിട്ടും. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ജ്യോതിഷപരമായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറെ വിളിക്കുക. നിങ്ങളുടെ കാര്യം പ്രത്യേകപരമായി നോക്കി പറഞ്ഞു തരുന്നതാണ്.